നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ ഒന്നായ ജാഗ്വാർ യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. ശത്രുക്കളുടെ താവളങ്ങൾ ലക്ഷ്യം വെച്ച് ആകാശത്ത് തീ തുപ്പുന്ന ഈ യുദ്ധവിമാനങ്ങൾ ദശകങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഇന്ത്യൻ സേനയുടെ കരുത്തായി നിലനിൽക്കുകയാണ്. ഈ കരുത്ത് വരും വർഷങ്ങളിലും ചോർന്നു പോകാതിരിക്കാൻ UK-യിൽ നിന്നും 9 വിരമിച്ച ജാഗ്വാർ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ സ്വന്തമാക്കുകയാണ്. എന്തുകൊണ്ടാണ് വിരമിച്ച യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരിക്കലും പോരാട്ടങ്ങളിൽ ഉപയോഗിക്കാനല്ല, മറിച്ച് കാനിബലൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കാനാണ്. 1960കളിൽ രൂപകൽപ്പന ചെയ്ത ജാഗ്വാറുകളുടെ നിർമ്മാണം വർഷങ്ങൾക്ക് മുൻപേ തന്നെ നിർത്തിയതാണ്. ഇന്ന് ലോകത്ത് ഈ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ഏക സൈന്യം ഇന്ത്യൻ വ്യോമസേന മാത്രമാണ്. അതിനാൽ തന്നെ ഇതിനാവശ്യമായ സ്പെയർ പാർട്സുകൾ വിപണിയിൽ ലഭ്യമല്ല. ലാൻഡിംഗ് ഗിയറുകൾ, ഹൈഡ്രോളിക് സംവിധാനങ്ങൾ, ആവിയോണിക്സ്, പിന്നെ എൻജിൻ ഘടകങ്ങൾ, ഇങ്ങനെ ഈ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഊരിയെടുക്കുന്ന ഓരോ ഭാഗവും നമ്മുടെ നിലവിലുള്ള ജാഗ്വാർ സ്ക്വാഡ്രണുകളെ ആകാശത്ത് നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. അംബാല, ഗോരഖ്പൂർ, ജാംനഗർ എന്നിവിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ 2030-32 കാലയളവ് വരെ സേനയിൽ തുടരുമെന്നാണ് കണക്കാക്കുന്നത്. നേരത്തെ ഫ്രാൻസ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സമാനമായ രീതിയിൽ ഇന്ത്യ വിമാനങ്ങൾ വാങ്ങിയിരുന്നു. ഇതൊരു വെറും പഴയ വിമാനങ്ങൾ വാങ്ങലല്ല, മറിച്ച് അത്യാധുനികമായ ഡാരിൻ 3 നവീകരണങ്ങളിലൂടെയുള്ള ഈ വിമാനങ്ങളെ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമാക്കിയാണ് സേന നിലനിർത്തുന്നത്. അതായത് ഇന്ത്യൻ വ്യോമസേന അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ജാഗ്വാർ യുദ്ധവിമാനങ്ങളെ നിലനിർത്തുന്നത്. ഇസ്രായേൽ സാങ്കേതിക വിദ്യയോടെയുള്ള റഡാറുകളും അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇവയിലുണ്ട്. പലരും ഇതിനെ പരിഹസിക്കാറുണ്ടെങ്കിലും പുതിയ യുദ്ധവിമാനങ്ങൾ എത്തുന്നതുവരെ നിലവിലുള്ളവയെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന തന്ത്രപരമായ തീരുമാനമാണ് വ്യോമസേനയുടേത്. ബ്രിട്ടീഷ് തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഈ പഴയ പടയാളികൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശക്കോട്ടകൾക്ക് കൂടുതൽ ആയുസ് നൽകുമെന്ന് ഉറപ്പാണ്. ആധുനിക വൽക്കരണത്തിലേക്കുള്ള കുതിപ്പിനിടയിലും പഴമയുടെ കരുത്തിനെ കൂട്ടുപിടിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഈ നീക്കം രാജ്യസുരക്ഷയുടെ കാര്യത്തിലുള്ള വലിയ ജാഗ്രതയാണ് വിളിച്ചോതുന്നത്. നിങ്ങൾക്കും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.